ബഹുഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അയച്ച ബഹുമാനപ്പെട്ട മനാഫ് സാഹിബ് നിങ്ങളെ അഭിസംബോധനം ചെയ്ത് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾ ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാവിലെ മുതൽ അരീക്കോടും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ അനിഷ്ടവും അക്രമ സംഭവങ്ങളും അമർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഇതുവരെ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി എൻ്റെ ശബ്ദം വളരെയധികം പോയിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രസംഗത്തിനുള്ള ശേഷിയും സേമുഷിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പ്രിയപ്പെട്ട കബീർ, ഇവിടെ കൂടിയ ഈ യുവാക്കളുടെ ആവേശം അണപൊട്ടി ഒഴുകുകയാണ്, ഇവിടെ ഒന്ന് വന്നു പോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിരക്കിനിടയിലും എനിക്ക് വോട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ നേരിൽ കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഈ വിജയം ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ച് എനിക്ക് ഈ കുഴിമണ്ണ ഡിവിഷനിൽ ഒരു ചരിത്ര വിജയമാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നത്. നേരത്തെ നമ്മുടെ ചീക്കോട് പഞ്ചായത്ത് കുഴിമണ്ണ ഡിവിഷൻ്റെ ഭാഗമായിരുന്ന സമയത്ത് പോലും നമുക്ക് 9,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ ചീക്കോട് മാറ്റി നിർത്തിയ കുഴിമണ്ണ ഡിവിഷനിൽ 14,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങളുടെ ഈ പ്രദേശത്തുകാരനായ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി 2 ജീപ്പിന് ആളെ എണ്ണാൻ വേണ്ടി കൊണ്ടുവന്നിനി. പക്ഷേ എണ്ണാൻ കൊണ്ടുവന്ന ആൾക്കാരെ ഉച്ചക്ക് ചോറ് വയ്ക്കാൻ പോലും ഐടിന്റെ പരിസരത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല, പോയ വഴി കണ്ടിട്ടില്ല. പിന്നെ പോലെ ആദ്യം ബെറ്റ് വെച്ചു 5,000 കടക്കൂലായിരുന്നു, പിന്നെ രണ്ടാമത്തെ ബെറ്റ് മാറ്റി വെച്ചു 10,000 കടക്കൂല, പിന്നത്തെ ബെറ്റ് 15,000 കടക്കൂല എന്ന. ഒരു കാര്യം പറയട്ടെ, പാണക്കാട് തങ്ങളുടെ പച്ചപ്പട്ടാളത്തെ പിടിച്ചുകെട്ടാൻ ഈ പച്ചപ്പട്ടാളത്തെ പിടിച്ചുകെട്ടാൻ ഈ മണ്ണിൽ, വളയംകുലത്തിന്റെ മണ്ണിൽ ഒരു മാർക്സിസ്റ്റുകാരനും ജനിച്ചിട്ടില്ല എന്ന് പറയാൻ. ഈ മണ്ണ് ഇവിടെ കുറച്ച് ആൾക്കാരത് ചോപ്പിക്കാൻ വേണ്ടി വന്നത്, ഇവിടെ ചോപ്പ് പോയിട്ട് ഇവിടെ ഒരു ഇളം ചോപ്പ് പോലില്ല, പച്ച മാത്രം, പച്ച മാത്രം. ഇവിടെ ഒരു ഇളം ചോപ്പ് ഇനി ഉണ്ടാവില്ല. ഞാൻ ആലോചിച്ച് നോക്കുക, ഈ വളമംഗലത്തിന്റെ സഹപ്രവർത്തകരെ, ഈ പുൽപ്പറ്റ പഞ്ചായത്തിലെ ഈ നാട്ടിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് എൻ്റെ വിജയമല്ല, പുൽപ്പറ്റ പഞ്ചായത്തിന്റെ വിജയമല്ല. ഈ പുൽപ്പറ്റ പഞ്ചായത്തിൽ നിന്ന് പുറത്ത് മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിന്റെ കരളിന്റെ കരളായിരുന്ന പാണക്കാട്ട് തങ്ങളെ നിരന്തരം ചീത്ത വിളിച്ച് നടന്നിരുന്ന പുൽപ്പറ്റ അബ്ദുറഹ്മാൻ എന്ന വിശവത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് എന്റെ പ്രിയപ്പെട്ട ആ പ്രദേശത്തെ മുജീബിന്റെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പാണക്കാട്ട് തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോസ്കോ അല്ല ബെർലിൻ മതിലാണെങ്കിലും പൊളിച്ചെഴുതും ഞങ്ങൾ എന്ന് പറഞ്ഞു. ആ മോസ്കോ, ഞാൻ വോട്ടെടുപ്പിന്റെ അന്ന് 4 മണിക്ക് അവിടെ ചെന്നപ്പോ സഖാക്കന്മാർ ഒന്നായിട്ടുണ്ട് വളഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്തിനാ വക്കീലെ എങ്ങോട്ട് പോരുന്നത്, ഇത് മോസ്കോ ആണ്, ഇനി അവിടെ പോയി ചോദിക്കുക, ഇത് മോസ്കോ അല്ല പാണക്കാട്ട് തങ്ങന്മാര് കുട്ടിപ്പട്ടാളമാണ് എന്ന് പറയണം നിങ്ങൾ. ഇവിടെ ഒരു ശക്തിക്കും പിടിച്ചു കെട്ടാൻ സാധിക്കൂല. VS അച്യുതാനന്ദന്റെ നാട്ടില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല, മക്കത്ത് ഇസ്ലാം മതമില്ല എന്ന് പറഞ്ഞേക്കാം, അച്യുതാനന്ദന്റെ നാട്ടില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, എന്നെ വെല്ലുവിളിച്ച് നടന്നിരുന്ന ആൾക്കാർക്ക് സ്വന്തം നാട്ടില്, നിങ്ങളുടെ ഈ വാർഡിൽ പോലും 4 വോട്ട് ഏറെ വാങ്ങാൻ കഴിയാത്തവർ ആലോചിച്ച് നോക്കാം നിങ്ങൾ. എന്റെ നാട്ടിലേക്ക്, എന്റെ വാർഡില് കമ്മ്യൂണിസ്റ്റുകാരനായ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ആകെ കിട്ടിയത് 60 വോട്ടാണ്. കേവലം 616 വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് ചെയ്തവരാണ് നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് ഈ പച്ചപ്പ് പുൽപ്പറ്റയിൽ മാത്രമല്ല, എവിടെയും പച്ചപ്പ്, എങ്ങും പച്ചപ്പ്, ആകെ കോണിച്ചിഹ്നം എല്ലായിടത്തും കൈപ്പത്തി. എന്റെ സഹോദരന്മാരെ, ഈ വിജയം ഒരു ചരിത്ര വിജയമാണ്. ഈ വിജയത്തില് അമിതമായി ആഹ്ലാദിക്കുന്നില്ല,
വോട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരു പ്രത്യേക വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗം മുസ്ലിം സമുദായവും ഐക്യപ്പെട്ട് ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് കാപാലികരുടെ ദുർഭരണത്തിനെതിരെ വിധി എഴുതിയിരിക്കുന്നു. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ആവേശം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. 6 മാസം കൂടി കഴിഞ്ഞാൽ VS-ന്റെ ഗവൺമെന്റിന്റെ ശവപ്പെട്ടിയിൽ ആണിയടിച്ച് കയറ്റുമെന്ന് യാതൊരു തർക്കവുമില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ഓരോ ഡിവിഷനിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാര് വിജയിച്ചു കയറിയത് 24,000, 23,000, 22,000, 20,000-ന്റെ മുകളിലാണ് പലരും വിജയിച്ചു കയറിയത്. പലരും മഹാനായ ഇസ്മായിൽ സാഹിബ് വന്നതുപോലെ ഈ മണ്ഡലം പോലും കാണാത്ത വനിതാ സ്ഥാനാർത്ഥികളെ മുഴുവൻ 22,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നമ്മുടെ സഹോദരന്മാർ ചുറ്റുപാടുകളിൽ വിജയിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ വളയമംഗലത്തോ പരിസരത്തോ ഒരു CPM-കാരനെ സ്ഥാനാർത്ഥിയാവാൻ കിട്ടാത്ത സാഹചര്യം ഈ മണ്ണിൽ ഉണ്ടാക്കി തന്നതിന് നിങ്ങളോട് എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വോട്ട് ചെയ്ത എല്ലാ ആളുകളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി തുടർന്നും മുന്നോട്ടുള്ള പ്രയാണത്തിന് സർവശക്തനായ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ജനസാഗരത്തിന് ഈ മഹത്തായ വിജയം നൽകിയ നമ്മുടെ സഹോദരന്മാരോട് നീതി പുലർത്താൻ, മുന്നോട്ടുള്ള പ്രയാണത്തിന് ഞങ്ങൾക്ക് ശക്തിയും ഞങ്ങൾക്ക് ധൈര്യവും നൽകാൻ നിങ്ങൾ ജഗനിയന്താവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് UDF.